വളരെ ഞെട്ടലോടെയാണ് ഞാൻ ഇന്നലെ പ്രവീണിന്റെ അൺമാസ്കിംഗ് വീഡിയോ കണ്ടു തീർത്തത്. പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗേഴ്സിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ. മുമ്പ് ഈ വിഷയത്തിൽ 2 വീഡിയോ ചെയ്തപ്പോഴും ഇത്രയും തീവ്രമായിട്ടുള്ള പ്രശ്നമാണ് ആ കുടുംബത്തിൽ നടന്നത് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. വല്ല സൗന്ദര്യ പിണക്കമോ ഈഗോ ക്ലേശോ അങ്ങനെ വല്ലതും ആയിരിക്കും എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ സത്യമായിട്ടും ഞെട്ടിപ്പോയി. റിയൽ ലൈഫ് ഈസ് നോട്ട് എ റിയൽ ലൈഫ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരു മാലപ്പടക്കം പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രണവ് കൊച്ചുവിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പ്രവീണിന്റെ ഊഴമാണ്. അടുത്ത വീഡിയോയുമായി പ്രവീൺ ഇപ്പൊ വരുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇത്തവണ ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് പ്രവീൺ വന്നതെന്ന് മാത്രം. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അലഗേഷൻ ആണ് സ്വന്തം അച്ഛനും അമ്മയ്ക്കും സഹോദരനും എതിരെ പ്രവീൺ ഉന്നയിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല എന്നുള്ളതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു അഗ്നിപർവ്വതം പോലെ ഇപ്പം പൊട്ടും എന്ന് വിചാരിച്ച് ഇങ്ങനെ പുകഞ്ഞു നിൽക്കായിരുന്നു. അവസാനം പെട്ടെന്നൊരു ദിവസം പൊട്ടിയപ്പോഴാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിഞ്ഞത്. പ്രവീണ് കൊടുത്ത തംബ്നെയിൽ പോലെ തന്നെ ഇത് അൺമാസ്കിംഗ് ആണ്. എല്ലാവരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു. ഇത്രയും കാലം ഇവരൊക്കെ മുഖംമൂടി വെച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിറവയറുമായി നിൽക്കുന്ന ഒരു ഗർഭിണിയുടെ വയറ്റത്ത് ചവിട്ടുക, അച്ഛനും സഹോദരനും ചേർന്ന് പ്രവീണിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിന്റെയൊക്കെ തെളിവുകൾ പ്രവീൺ പുറത്തു വിട്ടതോടെ സത്യം പറഞ്ഞ വ്യൂവേഴ്സ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോ. ഇത് നിങ്ങൾ കേൾക്കുക. എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇങ്ങനെയൊന്നുമില്ല. ഞാനാ അളകാവുന്നില്ല, നീ അളകൂല. ഞാനാ പറഞ്ഞേ അന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവിടെ എന്റെ കുടുംബത്തിൽ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ പോകും? ഇവിടെ ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ട് പോകുന്നു. ആ ഇല്ല, ഇവിടെ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേട്ടാക്കൂല. അല്ലെങ്കിൽ എനിക്ക് പറയാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പള് നേരത്തെ പറയുന്നത് എത്ര ഭാഗത്തെ വാർത്തയിലുണ്ട്. ഓ ഇവിടെ നിന്റെ വീഡിയോ കോപ്പറിക്കുന്നു. അയ്യോ നമ്മൾ ആമാൻ്റെ വെച്ചിട്ട് ഫോൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുത്തിങ്ങനെ ഞങ്ങൾ നിങ്ങളൊന്നും കഴിച്ചില്ല. മുരുകൻ കൊണ്ടൊന്നും എനിക്കുള്ള കൊടുത്തില്ല, എവിടെയും കൊണ്ടുപോയിട്ടില്ല, അവിടെയും കൊടുത്തിട്ടില്ല. ഇതിലെ ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങി പൊക്കൂടെ? ശരി. അപ്പൊ ഇന്നലെ പ്രണവും അച്ഛനും അമ്മയും കൂടി ചേർന്ന് നടത്തിയത് ഒരു നാടകമായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? കാരണം ഈ വീഡിയോ ക്ലിപ്പിൽ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ പറയുന്നത് ക്ലിയർ ആയി കേൾക്കാൻ കഴിയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു അടി പൊട്ടുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇന്നലെ അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വന്നിരുന്നത് ഇത് അവന്റെ വീടല്ലേ, അവനോട് ഞങ്ങളൊന്നും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകി ജനങ്ങളെ പറ്റിച്ചത്. അവർ ഇന്നലെ ആ വീഡിയോ ചെയ്തതിനു ശേഷം വൺ സപ്പോർട്ടായിരുന്നു അവർക്ക്. ആ ഒരൊറ്റ വീഡിയോ ഇട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊച്ചുവിന്റെ ചാനലിൽ വന്ന സബ്സ്ക്രൈബേഴ്സിന് എണ്ണത്രയാണെന്ന് അറിയോ? ഏകദേശം 2 ലക്ഷത്തോളം വരും. അതിപ്പോ പ്രവീണിന് അൺമാസ്കിംഗ് വീഡിയോ വന്നതോടെ കുറയാൻ തുടങ്ങി, അത് വേറെ കാര്യം. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ ഇവരുടെ ഒരു റീച്ചിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നവരോടാണല്ലോ അല്ലേ ജനങ്ങൾക്ക് താല്പര്യം. വല്ലാത്ത ജാതിയാണ്. എന്തായാലും ബാക്കിയൂടെ ഉണ്ടോക്കാം. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് ഏൽപ്പിച്ചാലും ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. ശരി. അമ്മയും കൊള്ളാം, അച്ഛനും കൊള്ളാം, മക്കളും കൊള്ളാം. നല്ല ബെസ്റ്റ് ഫാമിലി, ഒന്നും പറയാനില്ല. ഈ അമ്മ തന്നെയാണല്ലോ ഇന്നലെ വീഡിയോയിൽ വന്നിരുന്നിട്ട് മകനെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് ഓർക്കുമ്പോഴാണ്. ഓസ്കാർ ലെവൽ അഭിനയം തന്നെയാണല്ലോ പൊന്നമ്മച്ചി. എന്നാലും അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഒരു പവിത്രതയൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ കാണുമ്പോൾ ആ പവിത്രതയൊക്കെ വെറുതെ ആണെന്ന് തോന്നിപ്പോവാണ്. അല്ലെങ്കിലും എല്ലാവരും മനുഷ്യന്മാര് തന്നെയാണല്ലോ അല്ലെ. വെറുതെ ആർക്കും പവിത്രതയും ദൈവിക പദവിയൊന്നും കൽപ്പിച്ചു കൊടുക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ അച്ഛനായാലും അമ്മയായാലും പൊതുവെ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എവിടെ വേണേലും സംഭവിക്കാലോ, സംഭവിക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം എന്താണെന്നോ അതല്ലെങ്കിൽ അതിന്റെ മൂല കാരണം എന്താണെന്നോ എന്നും ഈ അൺമാസ്കിംഗ് വീഡിയോയിൽ പ്രവീൺ എവിടെയും പറയുന്നില്ല. കുറെ കാലമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി അച്ഛനും അമ്മയ്ക്കും ഇളയ മകനായിട്ടുള്ള കൊച്ചുവിനോട് ഭയങ്കര സ്നേഹമാണ് എന്നും പാർഷ്യാലിറ്റി കാണിച്ചിരുന്നു എന്നും ഒക്കെ പ്രവീൺ പറയുന്നുണ്ട്. പിന്നെ പ്രവീണിന്റെ കല്യാണം കഴിഞ്ഞ് മൃദുല ഇവരുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം പ്രശ്നങ്ങൾ കൂടി. പ്രവീൺ മൃദുലയോട് സ്നേഹം കാണിക്കുന്നതൊന്നും വീട്ടുകാർക്ക് പറ്റിയില്ല. ടിപ്പിക്കൽ അമ്മായിമ്മ പോരി. ഇതെല്ലാം കൂടി വിസിലടിക്കാൻ പറ്റാത്ത പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ തെളിഞ്ഞു മറിയുകയായിരുന്നു. ഇതെല്ലാം
ഇതെല്ലാം കൂടിയാണ് ഒക്ടോബർ 27 പൊട്ടിത്തെറിച്ചത്. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നൊന്നും വീഡിയോയിൽ പറയുന്നില്ല. സോ എനിക്ക് തോന്നുന്നു ഇനി കൊച്ചുവിന്റെ അടുത്ത വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് അതായിരിക്കും. പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള കാരണം പ്രവീണും മൃദുലയുമാണ് ഗായ്സ് എന്ന് പറഞ്ഞവർ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും. എല്ലാവരും കണക്ക് തന്നെ. എന്നാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ചിരിച്ച് കളിച്ച് അഭിനയിച്ച് വീഡിയോ ചെയ്യാൻ കാണിച്ച അവരുടെ ആ മനുഷ്യങ്ങളാരും കണ്ടുപോകരുത്. പൈസ മുഖ്യം വിക്കില്ലേ. ഇനി ഒക്ടോബർ 27 ഇവരുടെ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നതിന് ശേഷം ഒരു തെളിവിന് വേണ്ടി പ്രവീൺ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഒക്ടോബർ 27 എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എന്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ്. വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, നീ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. ആരുടെ കാലുമുണ്ട്, ഞാൻ തല വീണായിട്ട് ഇവിടെ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടെ ഇറങ്ങിപ്പോൻ പറഞ്ഞില്ലേ. മുൻപനുണ്ടാക്കിയിട്ടതല്ല, നാടുമില്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനും ഇതിനെല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്ക് അറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറെ ചീത്ത വിളിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവരുണ്ടായി. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു ആരൊക്കെ അടിച്ചത് പറ. എന്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയാം. രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുള്ളൂ പറയുന്നത്. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഇനി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും ശേഷം കുറെ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഇവരൊക്കെ മനസ്സിൽ ഇത്ര എന്നോട് ദേഷ്യമുണ്ട്. മുറു പിടിച്ചുകൊണ്ടിരുന്ന എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബവും കുളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. 9 മാസം ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് അല്ലാതെ വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. എന്തായാലും ഒന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മനുഷ്യനും ചിന്തിച്ച് കാണില്ല. അവർക്കിടയിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും കൂടി റിയാക്ട് ചെയ്ത് അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കണ്ട എന്നൊക്കെയാണ് പലരും എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നത്. അവർ നല്ല ഇന്റൻഷനോടാണ് പറഞ്ഞത്. പക്ഷെ ഇനി എന്താണ് കുട്ടിച്ചോറാവാൻ ബാക്കിയുള്ളത് എന്നും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞിരുന്നു. നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് നാണം കെടാതെ മാക്സിമം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് അല്ലെ. പക്ഷെ ഇനി ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഈ ജന്മത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തന്നെ വയറ്റത്ത് ചവിട്ടി എന്നൊക്കെ ഒരു ഗർഭിണി വെറുതെ കള്ളം പറയൂ? എനിക്കറിയില്ല. ഇത്രയും കാലം മുരു എന്ന് വിളിച്ച് തന്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്ന കൊച്ചുവാണ് തന്നെ ചീത്ത പറയാനും അടിക്കാനും മുൻപന്തിയിൽ നിന്നിരുന്നത് എന്നാണ് മൃദുല പറഞ്ഞത്. ശരിക്കും ഇവര് പറഞ്ഞ പോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നേരെ പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇവർ അന്ന് വീട് വിട്ടിറങ്ങി ഏകദേശം 1 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടോ എന്ന രീതിയിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കായിരുന്നു. അവസാനം സ്വന്തം അച്ഛനും അമ്മയും അനിയനും അല്ലേ എന്ന് വിചാരിച്ച് അവർ കംപ്ലൈന്റ് കൊടുക്കാതെ തിരിച്ചു വരികയായിരുന്നു പോലും. അതിനൊന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു, കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ വീട്ടിൽ നടന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതായത് ഇനി ഈ വിഷയത്തിൽ അടുത്തൊരു ന്യായീകരണവുമായി പ്രണവും അച്ഛനും അമ്മയും വരുമെന്നുള്ളത് ഉറപ്പാണ്. പ്രവീൺ അങ്ങനെ ചെയ്തു, മൃദുല എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വരും. പക്ഷെ ഇനി എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നലെ നിങ്ങൾ നടത്തിയ നാടകത്തെ തെളിവ് സഹിതമാണ് പ്രവീൺ പൊളിച്ചടക്കിയത്. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് തന്നെ വെച്ചോളൂ.
പ്രവീണിനെയും ഗർഭിണിയായിട്ടുള്ള മൃദുലയെയും മർദ്ദിച്ചതിന് എന്ത് ന്യായീകരണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അതും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പ്രവീൺ തന്റെ ശരീരത്തിൽ സ്വയം മുറിവുകൾ ഉണ്ടാക്കിയതാണെന്നാണ് ഇനി നിങ്ങൾ പറയാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം, വല്ലാത്തൊരു ഫാമിലി തന്നെ ഇഷ്ടം. പ്രവീണിന്റെ അൺമാസ്കിംഗ് വീഡിയോ ഏകദേശം 50 മിനിറ്റോളം ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രവീണും മൃദുലയും കൂടി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ, എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. സത്യം പറഞ്ഞ ഈ ഫാമിലി വ്ലോഗേഴ്സിന് ചില വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഊക്കി വിടാൻ തോന്നാറുണ്ട്, പക്ഷെ ഒഴിവാക്കി വിടാറാണ് പതിവ്. വെറുതെ അവരുടെ ഫാൻസിനെ പൊങ്കാലം വാങ്ങിച്ചു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിക്കും. എത്ര നല്ല കണ്ടന്റ് ചെയ്താലും എന്നും ഇങ്ങനെ അയൽക്കൂട്ടം പരദൂഷണം പോലുള്ള വിളികൾ കേൾക്കുന്ന അത്ര രസമുള്ള കാര്യമൊന്നുമല്ലല്ലോ. സോ മാക്സിമം ഒഴിവാക്കി വിടും. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ കൈ ധരിക്കും, ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള അപരാധം പിടിച്ച ആൾക്കാരല്ലേ ഫാമിലി വ്ലോഗേഴ്സ് എന്നും പറഞ്ഞിങ്ങനെ വിലച്ച് നടക്കുന്നത്. ഈ വർണ്ണ കടലാസിൽ പൊതിഞ്ഞ കാരമുള്ളുകളാണ് ഒട്ടുമിക്ക ഫാമിലി വ്ലോഗേഴ്സ് എന്ന് ഞാൻ പണ്ടേ പറയാറുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവരുടെ ഫാമിലി വിഷയത്തിൽ നമ്മൾ ആരുടെ ഭാഗം പിടിച്ച് സംസാരിച്ചിട്ടില്ല. മുമ്പ് പ്രവീൺ വന്ന് അഡ്രസ് ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ കരിഞ്ഞ പ്രവീൺ തന്നെ അമ്മയെ വിളിച്ച് അഡ്രസ്സും വീട്ടു നമ്പറും ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. അപ്പോഴും നമ്മൾ ആരുടെ ഭാഗത്ത് നിന്നല്ലേ സംസാരിച്ചത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇത് ഞാൻ ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്രവീണിന് അൺമാസ്കിംഗ് വീഡിയോ കണ്ടതിന് ശേഷം പലരും നമ്മൾ ഇന്നലെ കൊച്ചുവിനെയും അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തെറ്റിദ്ധരിച്ചിട്ടതാണ്. പക്ഷെ അവർക്ക് വേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ തന്നു എന്നേ ഉള്ളൂ. ഒരു കുടുംബ വഴക്കാകുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരുടെയും പക്ഷം ചേർന്ന് നമ്മൾ സംസാരിക്കാതിരുന്നത്. പക്ഷെ ഇത് വന്ന് കൈവിട്ട് പോയി കഴിഞ്ഞു. പ്രവീണിനെയും മൃദുലയെയും കൈയേറ്റം ചെയ്തത് സത്യമാണെങ്കിൽ ഇനി അവരുടെ കൂടെ നിൽക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗർഭിണിയെ അടിച്ചൊന്നും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഇനി ഇതിനും വലിയ ടിസ്റ്റ് എന്തെങ്കിലും വരാനുണ്ടോ എന്നത് മാത്രമാണ് എന്റെ പേടി. വന്ന് ഒന്നും വിശ്വസിക്കാൻ പറ്റാണ്ടായി. എന്തായാലും ഇത്രയും ദിവസം ഇതൊന്നും പുറത്തു വിടാണ്ട് പ്രവീൺ പിടിച്ചു എന്നുള്ളതാണ്. എങ്ങനെയും പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഒന്നും ഇവർ പബ്ലിക് ആക്കാതിരുന്നത്. അവരുടെ ഇമേജിന് അത്രയും ഡാമേജ് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണല്ലോ. അതുപോലെ തന്നെ ഈ വീഡിയോ പുറത്ത് വിടുന്നത് വരെ പ്രവീൺ ആരെയും ഡയറക്റ്റ് ആയി കുറ്റപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. പക്ഷെ കൊച്ചു പ്രവീണിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതോടെ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ജനങ്ങളും അറിയട്ടെ എന്ന് വിചാരിച്ചാണ് ഈ അൺമാസ്കിംഗ് വീഡിയോ പ്രവീൺ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഇതിനൊരു മറുപടിയായി പ്രണവിന്റെ ഒരു വീഡിയോ വരും, നോക്കിയിരുന്നോളൂ. പക്ഷെ ഇനി എന്തൊക്കെ പറഞ്ഞാലാണ് അവർക്കിനി ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സോ അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.